ജിമ്മിൽ ചെറിയൊരു നോമ്പോരുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നത് നോക്കുമ്പോ ഇതൊരു വലിയ നോമ്പോരായി പോയി. വന്നപാട് ഒരു എന്തെല്ലാം ഇട്ട് കലക്കുന്നുണ്ട്. ഇതൊക്കെ എത്രയോ ആൾക്കാർ ഇവിടെ സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. 6:40 ബാങ്ക്. ഞാനിവിടെ എത്തിയത് 6:30. ഞാൻ ആകെ 10 മിനിറ്റ് എങ്ങാനേ ഉള്ളൂ. എന്നിട്ട് ഇവിടെ സാധനം ഒന്നും എടുത്ത് വെച്ചിട്ട് ഇത് തീർന്നിട്ടില്ല. ഇത് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാലും ഇതൊക്കെ വെച്ച് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കൈയായിരിക്കും. പക്ഷെ ഞാൻ വ്ലോഗ് എടുക്കുകയാണ്. ഞാൻ തിന്നിട്ടുള്ള ഹെൽപ്പ് മാത്രമേ ചെയ്ത് കൊടുക്കാറുള്ളൂ. 6:35 കഴിഞ്ഞ് 6:36 കഴിഞ്ഞിട്ട് ഇതൊന്നും സെറ്റ് ആയിട്ടില്ല. എല്ലാ ആൾക്കാരും ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കേ എത്ര ആൾക്കാർ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആൾക്കാരുണ്ട്. ഒരു സഭ കൂടാനുള്ള ആൾക്കാരുണ്ട് ഇവിടെ. എന്നെ ഇവിടെ വിളിച്ച് വരുത്തിയതാണ് ഗൈസ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചെക്കൻ ഇവൻ എന്റെ വലിയ ഫാൻ ആവുമല്ലോ. ഇവൻ എന്റെ വീഡിയോ എല്ലാം കാണുന്നുണ്ട്. ഇവനിക്ക് എന്നെ കാണുന്ന പറഞ്ഞിട്ട് എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത്. അങ്ങനെ ഏകദേശം ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ചമ്രം പടിഞ്ഞ് ഇരുന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ ഏത് മൂലക്ക് ഇരിക്കുന്നു വിചാരിച്ചിട്ട് 2 പ്ലേറ്റ് എവിടെയാണ് ബാക്കിയുള്ള അവിടെ പോയിട്ട് ഞാനും ഇരിക്കുന്നുണ്ട് ചമ്രം പടിഞ്ഞിട്ട്. ഒരു പ്ലേറ്റിൽ തന്നെ ഒരു 2 ദിവസം നിന്നുണ്ട് ഫുഡ് ഉണ്ട്. ബാങ്ക് കൊടുത്തോടെ ഞാൻ ഒരു ബത്തക്ക എടുത്ത് തിന്നു. സുബ്ഹാനല്ലാ, ബത്തക്ക ഇല്ല, എന്തോ മീൻ മുറിക്കുന്ന കത്തിയോണ്ടാറ്റാ മുറിച്ചത്. ചോയച്ചിട്ട് മീൻ ചോയച്ചിട്ട് മോനെ വിശന്നിട്ട് തുപ്പാണ്ടിരിക്കാനും വയ്യ, എന്നാ പിന്നെ മീൻ കച്ചിട്ട് തിന്നാനും വയ്യ എന്ന് പറഞ്ഞ പോലെ. പിന്നെ ഒരു കൈതച്ചക്ക എടുത്ത് തിന്നേരെ വായങ്ങ് സെറ്റായി. പിന്നെ വന്നിട്ട് വണ്ടി കുത്തി. ഞാൻ നോമ്പ് തുറന്നാട് നേരെ ഇങ്ങോട്ടേക്ക് പുറകേക്ക് വന്നു. കാരണം എനിക്ക് നിസ്കരിക്കണമല്ലോ. എന്നെ വണ്ടി ഇവിടെ വന്നിട്ട് ചാർജ് ഇല്ലായിരുന്നു. കുത്തി വെച്ച് നോക്കുമ്പോ വണ്ടി ഒന്നും ഓണാകുന്നില്ല. വണ്ടി ഫുള്ള് ഡെഡായി, ഫുള്ള് ബ്ലാക്ക് കളർ, ഒന്നും കാണിക്കുന്നില്ല. എല്ലാം അടിച്ചു പോയി തോന്നുന്നുണ്ട്. അങ്ങനെ അതും കുത്തി വെച്ചിട്ട് ഞാൻ ഇവിടെ വന്നോക്കും. ഇവിടെ നല്ല രതീഷ് ഉണ്ട്, രതീഷ് പയമ്പൊരി. അങ്ങനെ നല്ല രീതിക്ക് വയറ് നിറച്ച് അടിച്ചതുകൊണ്ട് എനിക്ക് ഇവിടെ തിന്നാവുന്ന വലിയ മൂടൊന്നും ഇല്ല. തറാവിയെല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഇന്ന് ജിമ്മിന് പോകുന്ന പരിപാടിയാണ് ഗൈസ്. നമ്മൾ കുറെ ദിവസമായി ജിമ്മിന് പോയിട്ട്. ഈ നോമ്പിന്റെ സമയത്ത് നമ്മൾ എല്ലാ ദിവസവും ജിമ്മിന് പോകാറില്ല ഗൈസ്. ഏകദേശം ഒരു 3-4-5 ദിവസമൊക്കെ ഇങ്ങനെ ഇടവിട്ട് 2 ദിവസം ഇടവിട്ട്, 3 ദിവസം ഇടവിട്ട്, പിന്നെ ഇടവിട്ട് 4 ദിവസം 5 ദിവസം എല്ലാം ഇടപെടാൻ തുടങ്ങി. കാരണം എല്ലാം കൂടി ഈ നോമ്പിന് സത്യം പറഞ്ഞാൽ നടക്കുന്നില്ല. എനർജി ഇല്ല ഗൈസ്, അതാണ് മെയിൻ. എന്റെ മറ്റേ പമ്പൊക്കെ പോയിട്ട് മെലിഞ്ഞ് കൊള്ളി പോലെ ആയിട്ടുണ്ട്. ഞാനിപ്പോ എല്ലും തോലും പോലെ ആവുന്നുണ്ട്. പട്ടണ ആരോഗ്യം ഫുള്ള് പോയി ഗൈസ്. സാരയില്ല, നോമ്പൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ബാക്കപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഫുള്ളായിട്ട് നിർത്തി കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇടക്കെങ്കിലും ഇടവിട്ടിട്ടെങ്കിലും പോകുന്നത്. അങ്ങനെ ബാഗ് എടുത്ത് നേരെ ജിമ്മിൽ പോയി. നേരത്തെ എന്തോ ഒരാൾക്കാരായിരുന്നു, ഇപ്പം നോക്കി ആരും ഇല്ല. ഈ നോമ്പിന്റെ സമയത്ത് 12:30 വരെ ജിം ഉണ്ട് ഗൈസ്. അതുകൊണ്ട് ആരും ഉണ്ടാവില്ല, സമാധാനത്തിൽ കളിക്കാം. കുറെ ദിവസം വർക്കൗട്ടൊന്നും ചെയ്യാത്തോണ്ട് ആ ടച്ചൊക്കെ വിട്ടുപോയി. വാപ്പൊക്കെ എന്തൊക്കെയൊക്കെയല്ലോ വാപ്പ ചെയ്യുന്നത്. ഒരുത്തവിടെ ചുക്കാമണിയൊക്കെ പിടിച്ചിട്ട് എന്തൊക്കെ വാപ്പ ചെയ്യുന്നു. ഞാനിന്ന് ലെഗിന്റെ കളി കളിക്കാന്നാണ് വിചാരിക്കുന്നത്. കാരണം ലെഗ് നമ്മളിന്ന് കുറെ സ്കിപ്പായിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ലെഗിൽ തുടങ്ങാന്ന് വിചാരിച്ചു. ഇങ്ങനെ ഞാൻ തിരിഞ്ഞേരം എന്റെ ബാക്കിൽ നിന്ന് എന്തെല്ലോ കുറുകുറു പറഞ്ഞിട്ട് പൊട്ടിയിട്ടുണ്ട്. എല്ലൊക്കെ പൊട്ടി തോന്നുന്നു. അവൻ ആദ്യം എന്റെ അടുത്ത് പറയുന്നത് ഇന്ത്യൻ ലെഗ് കളിക്കണ്ട, നമുക്ക് വല്ല ചെസ്റ്റ് അങ്ങനെ കളിക്കാം. ഒരു ആവേശത്തിന് ഞാനങ്ങ് കയറി കളിച്ചതാണ് ലെഗ്. ആദ്യം നമ്മൾ ഈ ഒരു സ്കോട്ടാണ് അടിക്കുന്നത്. എനർജി എന്ന് പറഞ്ഞ സാധനം ഇല്ല. കളിക്കുമ്പോ ആണെങ്കിൽ ഒടുക്കത്തെ മടുപ്പും. എന്നാലും നെവർ ഗിവ് അപ്പ് എന്നെല്ലാം പറഞ്ഞ് മുക്കി അടിക്കുന്നുണ്ട്. ഞാൻ മുക്കി അടിച്ചിട്ട് ഇതിന് ശേഷം അവൻ മുക്കി അടിക്കുന്നുണ്ട്. നമ്മള് 3 സെറ്റൊന്നും കളിക്കുന്നില്ല. അതും കുറെ കളിയൊന്നും കളിക്കുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നോമ്പിന് ഇത്രക്കാരും കളിയൊന്നും കളിക്കേണ്ട ആവശ്യമില്ല. 2 സെറ്റ് വെച്ചിട്ടാണ് ഞാൻ കളിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് വർക്കൗട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മടുപ്പ് പിടിക്കാൻ തുടങ്ങി. കാലൊക്കെ വേനെടുക്കാനും കിതക്കാനും ദാഹിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വെള്ളം കുടിക്കാൻ നോമ്പൊന്നുമില്ലല്ലോ, മോന്തിക്കാണ് കളിക്കുന്നത്. അതിന് ശേഷം നമ്മൾ ഇതാണ് ചവിട്ടി പൊന്തിക്കൽ. കുറെ ദിവസം കാലൊന്നും കളിക്കാണ്ട് കാലൊക്കെ കളിക്കുമ്പോ എവിടുന്നല്ലോ പിടുത്തം വരുന്ന മൂലത്തിന്റെ അവിടെ നിന്ന് നരമ്പൊക്കെ വലിയുന്ന പോലത്തെ ഒരു ഫീല്. ഓ, ഇവൻ എന്റെ അടുത്ത് ആദ്യമേ പറഞ്ഞടാ ലെഗ് കളിക്കണ്ട. ഞാൻ അന്നേരേ കേട്ടാ മയ്യു. ഞാൻ വെറുതെ ഒരു ആവേശത്തിന് കയറി കളിച്ചത്. എന്റെ കഴപ്പം കട്ട് മാറിക്കിട്ട്. എന്നാലും ലെഗ് കളിച്ചാലേ ഗൈസ് ബോഡി ഫുൾ ആയിട്ടുള്ള ഒരു പവർ കിട്ടുള്ളൂ. കിതക്കുന്നുണ്ട്. നോമ്പാണ്, രാവിലെ ഒന്നും ഫുഡ് ഇല്ല, എനർജി ഇല്ല. ഒരു 5-6 ദിവസത്തിന് ശേഷമാണ് കളിക്കുന്നത് എന്നുള്ള എല്ലാ ഓർമ്മ നിങ്ങൾക്ക് വേണം. ആ ഒരു വേദന മൊത്തം ഞാൻ അവിടെ അനുഭവിക്കുന്നുണ്ട് എന്റെ കാലിന്. ഇപ്പൊ ഇത്രയും വേദന സഹിച്ച് നീ എന്തിനാണ് കളിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ നിർത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ നോമ്പൊക്കെ കഴിഞ്ഞ് ജിമ്മിന് പോകാൻ തുടങ്ങി കഴിഞ്ഞാൽ സ്ട്രെങ്ത് ഒക്കെ അങ്ങ് പോയി പോകും. പിന്നെ സ്ട്രെങ്ത് കിട്ടൂല. അതിനുശേഷം നമ്മൾ ചവിട്ടി പൊങ്ങലി വേറൊരു സാധനമാണ്. ഇതിങ്ങനെ ഇരുന്ന് അടിക്കുന്നതുകൊണ്ട് അത്ര വലിയ പ്രശ്നമില്ല. ഇങ്ങനെ ഇരുന്ന് അങ്ങോട്ട് പൊന്തിച്ചു കൊടുത്താൽ മതി. എന്നാലും ബോഡിക്ക് എനർജി ഇല്ലാത്തതുകൊണ്ട് അത്ര കളിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മളെല്ലാം മുക്കി ഈ 2 സെറ്റ് ആണെങ്കിൽ ഈ 2 സെറ്റ് നല്ല രീതിക്ക് ഫിനിഷ് ചെയ്തിട്ട് തീർക്കുന്നുണ്ട്. പക്ഷെ നല്ല മടുപ്പാണ്, നല്ല ചടപ്പും. നോമ്പൊക്കെ ഒന്ന് കയ്യട്ടെ മോനെ, എന്നിട്ട് വേണം ഞാൻ എല്ലാം തിരിച്ച് ബാക്കപ്പ് ചെയ്യാൻ. ഇരുന്നടി കഴിഞ്ഞിട്ട് നമ്മൾ കിടന്നടിയാണ്, കുമ്പിട്ടിട്ടടി. നമ്മൾ ഓൾമോസ്റ്റ് വർക്കൗട്ടൊക്കെ തീരാനായിട്ടുണ്ട്. ഇവനിക്ക് ഓൾറെഡി ഈ കളി ഇഷ്ടമല്ല. ഈ കുറെ ദിവസത്തിന് ശേഷം ഇവൻ ഈ കളി കളിക്കുന്നതുകൊണ്ട് ഇവനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഏറ്റവും വലിയ സമാധാനം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഈ നോമ്പൊക്കെ തുറന്നിട്ട് തറാവൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ വർക്കൗട്ടിന് വന്നിട്ടുള്ളത്. ഈ നോമ്പെടുത്തിട്ട് വർക്കൗട്ടിന് ഇടുന്ന കുറെ ആൾക്കാരുണ്ട്. അമ്മയെ സമ്മതിക്കണം. എല്ലേലും ഒടുക്കത്തെ ചൂടുണ്ട്, ഏസിക്കാണ് തണുപ്പില്ല. കാല് വെച്ച് നടക്കുന്നൊക്കെ ഒരുമാതിരി താറാവിനോട്ടും ഇല്ലേ ഗൈസ്. എനിക്ക് നടക്കാനൊന്നും പറയുന്നില്ല. കുണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരക്കുന്ന പോലെ ഉണ്ട്, മസിൽ ടൈറ്റ് ആയിട്ട്. ഇതാ ശരിക്കും താറാവൊക്കെ ഇങ്ങനെ നടക്കാൻ ഈ മറ്റേ മുടന്ത വന്ന താറാവ് നടക്കുന്ന പോലെ ഇല്ലേ ഗൈസ്. അങ്ങനെ വർക്കൗട്ട് ഏകദേശം കയറി ഞാൻ എന്റെ മൊഞ്ച് നോക്കുന്നുണ്ട്. കാരണം പെരുന്നാളൊക്കെ വരുന്നതല്ലേ. ഇപ്പൊ എന്റെ മൊഞ്ചൊന്ന് നോക്കുക. മുടി വല്ലതും മുറിക്കണോ, ഇനി മോന്തൊക്കെ എന്തെങ്കിലും ചെയ്യാണ്ട് മോന്ത
കുറച്ചൊക്കെ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. മോന്തേന്റെ അടിച്ച് ഷേപ്പ് മാറ്റാൻ മാത്രമേ പറ്റുള്ളൂ, വേറൊന്നും പറ്റൂല. ഈ 2 സ്റ്റെപ്പ് ഇടുന്നുണ്ട്, ജിങ്കി ചിക്ക ജിങ്ക്. ഇതാണ് നമ്മളെ കുതിര ഓട്ടം. ഇത് കളിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാം, ഇത് കളിക്കുമ്പോൾ മാത്രം എനിക്ക് തൂറാൻ പറ്റും. എന്താണെന്ന് എനിക്കറിയില്ല, ഇങ്ങനെ മുക്കി മുക്കി തൂർന്ന പൊസിഷനിൽ ഇരുന്നിട്ടുള്ള ഒരു വർക്കൗട്ട് ആയതുകൊണ്ടാണോ എന്റെ മസിൽ മെമ്മറി ഇത് തൂറാൻ ഇരിക്കുകയാണോ എന്ന് വിചാരിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഇത് കളിക്കുമ്പോൾ മാത്രം എനിക്ക് തൂറാൻ പറ്റും. ഞാൻ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് അടിക്കാനെല്ലാം പറയുന്നപ്പോഴത്തേക്ക് എന്ത് കോൺസെൻട്രേറ്റ്, ഇവിടെ മറ്റേ റബ്ബർ ബാൻഡ് ഇട്ട് വലിക്കുന്ന പോലെ ഇങ്ങ് അടിച്ചടിച്ച് തീർക്കുവാണ്. എങ്ങനെയെങ്കിലും തീർത്തിട്ട് പുറക്കുവാണോ, രണ്ടാകും മടുപ്പ് പിടിച്ച്. ഇനി പെരുന്നാളെല്ലാം കഴിഞ്ഞിട്ടേ കഴിച്ച് ജിമ്മിനേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ സ്ട്രെച്ച് ചെയ്യണം. കുറെ കാലത്തിന് ശേഷം സ്ട്രെച്ച് ചെയ്യുന്നത്. ആരും തെറ്റൊന്നും ധരിക്കാൻ പാടില്ല. സ്ട്രെച്ച് ഒക്കെ ചെയ്യുമ്പോൾ അപ്പോൾ ഇങ്ങനെയല്ലായിരിക്കും. സ്ട്രെച്ച് ചെയ്യാൻ പറഞ്ഞ കാലാവ പിടിച്ച് ഓടിക്കുന്നുണ്ട്, എങ്ങനെയല്ലോ തിരിച്ചിട്ട്. കുറെ ദിവസം നമ്മൾ സ്ട്രെച്ച് ഒന്നും ചെയ്യാണ്ട് സ്ട്രെച്ച് ചെയ്യുമ്പോൾ നമ്മളെ മസിൽസ് ഒക്കെ ഇല്ലേ നല്ലോണം വലിഞ്ഞ് മുറുകും. എന്റെ കാലുണ്ട് ഡബിളി പോലെയൊക്കെ മടക്കി വെക്കുന്ന, ഇതേപോലെ മടക്കാൻ പറ്റും. ഇവന്റെ അടുത്ത് ഞാൻ മെല്ലെ ഒന്ന് പൊക്കാനാ പറഞ്ഞത്, മറ്റേ WWE പൊക്കുന്ന പോലെ പൊക്കുന്നു. ഞാനവിടെ ടാപ്പ് ചെയ്യുന്നുണ്ട്, മതി 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 പറഞ്ഞിട്ട്. ഒരു അവസരം കിട്ടുന്നപ്പോഴത്തേക്ക് ദേഷ്യം തീർക്കുന്ന ഇതേപോലത്തെ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. അങ്ങനെ വളച്ച് ഇങ്ങനെ വളച്ച് അവന്റെ കൈമന്ന് എന്തോ ഒരു രീതി. അപ്പം ഇനിയാണ് നമ്മളെ പകരം വീട്ടാനുള്ള സമയം. തിരിച്ച് അങ്ങോട്ടേക്ക് ഇനി നല്ല രീതിക്ക് പകരം വീട്ടിനെ പിടിച്ച് വലിച്ചു മാറ്റുന്നുണ്ട്. അവനക്ക് കാല് വലിഞ്ഞു മുറുക്കിയിട്ട് ഇങ്ങോട്ടേക്ക് തിരിച്ച് വാലാക്കിയിട്ടേക്ക് ഓടിക്കുന്നുണ്ട്. എല്ലാം പിടിച്ച് തിരിച്ചങ്ങോട്ട് ഓടിയട്ടെ. വേദന സഹിക്കാൻ പറ്റായിട്ട് പൊളഞ്ഞ അവനക്ക് സ്ട്രെച്ചും വേണ്ട ഒരു തേങ്ങയും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇനി നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കും, കാല് രണ്ടും പോലാക്കിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സൂചിക്കിരുത്തിരിക്കും. ചെറിയ വേദന പോലും സഹിക്കാൻ പറ്റുന്നില്ല, കാരണം ഫുള്ള് മടുപ്പ്. ഇനി നോമ്പ് കഴിഞ്ഞാൽ എല്ലാം ശരിയാകത്തുള്ളൂ. ഗൈസ്, നിങ്ങൾക്ക് ഇങ്ങനെ എണീക്കാൻ അറിയാം, ഇത് എന്റെ ചലഞ്ചാണ്. ഇങ്ങനെ എണീക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് 10 റുപ്യ. ഞാൻ മോനെ ഞാൻ ഒരു സംഭവം തന്നെ. ഞാൻ തിരിച്ച് പുരക്കേക്ക് എല്ലാം കഴിഞ്ഞിട്ട് വന്നു നോക്കുമ്പോൾ ഒരുത്തിന് ഇവിടെ വിശന്ന് വലഞ്ഞിട്ട് ഇവിടെ കയറി ഇരിക്കുവാണ്, എന്നെയും കാത്തിട്ട് എന്തെങ്കിലും തിന്നാൻ കിട്ടുമെന്നുള്ള രീതിക്ക്. ആ നിഷ്കളങ്കമായ മുഖം നിങ്ങൾ കാണാൻ, ഇവനെ കാണുമ്പോൾ എനിക്കില്ലേ കടിച്ച് തിന്നാൻ തോന്നും. ഇവനെ ഞാൻ എടുത്ത് വായിലിടട്ടെ, ഇവനെ വായിലിട്ട് ഇവനെ കടിച്ച് തിന്നട്ടെ. തിന്നാ വേണോടാ, മുത്തേ എന്റെ മുത്തിന് തിന്നാൻ വേണോടാ. ആ കിടത്ത നോക്കി ഇവനെ കടിച്ച് തിന്നാൻ തോന്നുന്നു എനിക്ക്. ഇനി നിങ്ങൾ ഞെരിക്കാലോ, ഞെരിക്ക് പൊട്ടിച്ചാലോ എന്ത് പറയുന്നു കഴിച്ചിട്ട് കഴുത്തൊക്കെ കടിച്ച് കൈയൊക്കെ പിടിച്ച് മുരണ്ടി ഇവനെ വയറ്റിൽ കിക്കിളിയാക്കാൻ തോന്നുന്നു. എനിക്ക് ഇങ്ങനെ എടുത്തിട്ട് പൊരിക്കാൻ തോന്നുന്നു ചട്ടിയിലിട്ടിട്ട്. എന്തൊക്കെയാവും എനിക്ക് ഇവനെ കാണുമ്പോൾ. വീട്ടിന്റെ ഉള്ളിലേക്ക് കയറുമെന്ന് ചോദിച്ചാൽ നമ്മൾ ആരും കാണാത്തരവൻ കയറും, അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫുള്ളായിട്ട് കയറത്തില്ല. ഇവിടെ ഇങ്ങനെ പകുതി വന്നിട്ട് ഇങ്ങനെ വാതിന്റെ അവിടെ മുഖം ഇട്ടോ അരക്കും, എന്തെങ്കിലും തരണേ അമ്മ, എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞു. ഇവിടെ മീനും തേങ്ങയൊന്നും വാങ്ങാത്ത കാലം മറന്ന് കുറെ ദിവസമായി മീനും തേങ്ങയൊക്കെ വാങ്ങിച്ചിട്ട്. അതോടെ ഞാൻ ഇവനക്കൊരു 10 മാത്രമേ ഇവിടെ ഉള്ളൂ. അതിന്റെ ഒരു കഷ്ണം എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ തിന്നോ ഇല്ലോ എന്ന് അറിയണം. ഇവൻ വലിയ ജാടയാണ്. ഇങ്ങനത്തെ ഫുഡൊക്കെ വിശന്നാ മാത്രമേ തിന്നുള്ളൂ. അവർക്ക് വിശന്നാൽ മാത്രമേ ഇവൻ ഇങ്ങനത്തെ ഫുഡെല്ലാം തിന്നു, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫുഡൊന്നും തിന്നൂല. ഇവനിക്ക് മീൻ, മുട്ട, ഇറച്ചി ഇതെല്ലാം വേണോ, ഇതെല്ലാം മാത്രമേ തിന്നുള്ളൂ. ഭയങ്കര ജാടയാണ് ഈ ഒരു കാര്യത്തിൽ. പക്ഷെ നല്ലോണം വിശന്നിട്ട് ഇന്ന് ഏടൊന്നും കിട്ടിയില്ല തോന്നുന്നു. അതുകൊണ്ട് നല്ലോണം 10 നിന്നാണ്ട് കുറച്ചും കൂടി ഞാൻ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം അത് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. അത് ഫുള്ള് തിന്നുകൊണ്ട് മാത്രം ഞാൻ ഒന്ന് കുറച്ചുകൂടി കൊടുക്കും, അല്ലെങ്കിൽ ഇവൻ അങ്ങ് വേസ്റ്റ് ആയി കളി. അങ്ങനെ അവിടെ അത് ഇട്ട് കൊടുത്ത് ഞാൻ ഉള്ളിക്കേറ്റി ഇരുത്താറില്ല. കാരണം തൂറാമുട്ടിക്കിനി ഇനി പുറത്തു പോകാൻ പറ്റില്ല. പുറത്ത് എവിടെയെങ്കിലും പോയിട്ടാണ് കിടന്ന് ഉറങ്ങില്ല. ഞാൻ അതിനെ വായിലടച്ച് തിന്നാനും കൊടുത്ത് ഇനി പോയി എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിക്കോ എന്നുള്ള രീതിക്ക് ഞാൻ പോയി 10 തിന്നാൻ പോവാണ് ഗൈസ്. ഞാൻ നിങ്ങൾക്ക് 10 തിന്നതിന് ഒരു സംഭവം കാണിച്ചു തരാം. ഇത് 2-3 10 എടുത്ത് ഇന്ന് ലെഗ് വർക്കൗട്ട് കഴിഞ്ഞാണ്, അപ്പൊ കുറച്ച് സ്ട്രെങ്ത് ഒക്കെ വേണമല്ലോ. ഇത് ഇന്നലത്തെ കറിയാണ് ഗൈസ്. ഇനി ഇത് മെഞ്ഞാന്നത്തെ കറിയാണ് ഗൈസ്. ഇനി ഇത് മെഞ്ഞാന്നത്തെ കറിയാണ് ഗൈസ്. അപ്പൊ ഞാൻ എന്തായാലും മെഞ്ഞാന്നത്തെ കറിയും കൂട്ടുന്നില്ല, കാരണം ഞാൻ ചിലപ്പോൾ മരിച്ചു പോകും. അവിടെ ഇന്നലത്തെ കറി ഞാൻ തലക്കാലം കൂട്ടുന്നുണ്ട്. ഒരു ഏവറേജ് മലയാളി വീട്ടിലെ അവസ്ഥ ഇതാണ്. എത്ര കറി ഉണ്ടാക്കിയിട്ട് എത്ര ദിവസം കഴിഞ്ഞാലും ചാടൂല. ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെയും ചൂടാക്കി സാധനം പിന്നെയും പുറത്തേക്ക് വരും. അതെന്താന്ന് എനിക്കറിയില്ല. ഞാൻ ആ 10 തിന്നുണ്ട്, ആ ഭാഗം പ്രശ്നമൊന്നുമില്ല, ചത്തൂല എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇനി നമുക്ക് പെരുന്നാൾക്ക് കാണാം ഗൈസ്. പെരുന്നാളെല്ലാം കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഞാൻ എന്നാ പിന്നെ പോയിട്ട് കിടന്നുറങ്ങുന്നു. ഓക്കെ ബൈ.